അച്ഛന്റെ പണവും മോഷ്ടിച്ച് നാടുവിട്ടാണ് ഇന്നസെന്റ് സിനിമയിലെത്തിയത്. ദൈവം തലയിൽ അനുഗ്രഹത്തിന്റെ ഒരു വര വരയ്ക്കും. ഐശ്വര്യത്തിന്റെ വര. ആ ഐശ്വര്യത്തിന്റെ വര തേടി ചിലപ്പോൾ ഭാഗ്യം നേരിട്ട് വരുമെങ്കിൽ ചിലർ ആ വരയുടെ ഭാഗ്യം അന്വേഷിച്ച് കണ്ടെത്താൻ ഇറങ്ങിത്തിരിക്കണം. പഠിച്ച് പഠിച്ച് ഒരേ ക്ലാസ്സിൽ തന്നെ തോറ്റു കിടന്ന് 6-ാം ക്ലാസ്സിലെത്തി. ആ ക്ലാസ്സിൽ 3 വർഷത്തെ ഒരേ ഇരിപ്പ്. അവസാനം അപ്പന് മടുത്തു. അപ്പൻ പറഞ്ഞത്രേ, ഇവനെ പഠിപ്പിച്ച് നന്നാക്കാൻ നോക്കുന്നത് വെറുതെയാണ്. ഇവൻ ഇനി വല്ല പണിക്കും പോകട്ടെ എന്ന്. ആ തീരുമാനം യാഥാർത്ഥ്യമായി. അപ്പൻ ഇന്നസെന്റിന് കല്ലേറ്റുംകരയിൽ ഒരു തീപ്പെട്ടി കമ്പനി തുടങ്ങിക്കൊടുത്തു. ഇന്നസെന്റ് മാച്ച് ഫാക്ടറി. തീപ്പെട്ടിയുടെ ചിത്രത്തിൽ ഒരു കുട്ടിയും 2 പ്രാവും. കോയമ്പത്തൂരിൽ പോയി കെമിക്കൽ എടുത്തുവന്ന് തീപ്പെട്ടി നിർമ്മിച്ച് സൈക്കിളിൽ വ്യാപാരം. ഈ ചിത്രത്തിലുള്ള തീപ്പെട്ടിക്ക് ചിലവ് കുറവായപ്പോൾ കൂടുതൽ പോകുന്ന തീപ്പെട്ടിയുടെ സ്റ്റിക്കർ അടിച്ച് വ്യാജനാക്കി. വ്യാജന്റെ തലതൊട്ടപ്പന്മാരായ കുന്നംകുളത്തുകാരെ വരെ അദ്ദേഹം പറ്റിച്ചത്രേ. തലയിൽ ദൈവം വരച്ച വരയുടെ മിന്നലാട്ടം വിളയാടാൻ തുടങ്ങി. എന്നിലൊരു വ്യാപാരിയോ വ്യവസായിയോ ഇല്ലെന്നും അഭിനയമാണെന്റെ ലോകവുമെന്ന് മനസ്സിലാക്കി. സേതുമാധവൻ, AB രാജ്, ശശികുമാർ, ശോഭാ പരമേശ്വരൻ നായർ എന്നുവേണ്ട സകല സ്ഥലങ്ങളിലും ജേഴ്സിയും ബൂട്ടും ധരിച്ച് എല്ലാവരെയും വരിക്കി നിർത്തി. എനിക്ക് ഡയലോഗൊന്നുമില്ല. ഒന്ന് തുമ്മിയാലോ എന്നുവരെ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് അസിസ്റ്റന്റ് ഡയറക്ടർ വരുന്നത്. അദ്ദേഹം പറഞ്ഞു, പ്രേംനസീർ ഒഴികെയുള്ള ടീമംഗങ്ങൾ ഒരുമിച്ച് നിൽക്കണം. എന്നിട്ട് പരസ്പരം നോക്കണം. ആ സമയത്ത് ഒരാൾ പറയും, വിജയനെ കണ്ടില്ലല്ലോ എന്ന്. അത് ആര് പറയും? ഞാൻ ചാടി വീണു. ഞാൻ പറയാം. അദ്ദേഹം സമ്മതിച്ചു. കുറച്ച് വ്യസനത്തോടെ വിജയനെ കണ്ടില്ലല്ലോ എന്ന് വിലപിച്ചു. കട്ടെന്നലറി സംവിധായകൻ വന്നു ചോദിച്ചു, തന്റെ അപ്പൻ ചത്തോ എന്ന്. എന്നിട്ട് പറഞ്ഞു, ഒരു വിഷമത്തിൽ ചോദിച്ചാൽ മതിയെന്ന്. വിഷമത്തിൽ ചോദിച്ചപ്പോഴും കട്ടും ചീത്തയും. എന്നെ വീണ്ടും വിളിച്ചു. നീ ജയിപ്പിക്കുമോ ടീമിനെ? ഇല്ലല്ലോ. വിജയനാണ് താരം. ആ ഭാവത്തിൽ ചോദിക്കാൻ പറഞ്ഞു. 6-ാം ക്ലാസ്സിൽ 3 വട്ടം തോറ്റ എന്നോട് വിലാസിനി ടീച്ചർ ചോദിച്ചത്, നിന്റെ മുഖത്ത് ഒരു ഭാവമില്ലല്ലോ എന്നാണ്. ആ എനിക്കിനി എന്ത് ഭാവം വരാൻ? എന്തായാലും സംവിധായകന്റെയോ എന്റെയോ ഭാഗ്യം കൊണ്ട് 3-ാമത്തെ ടേക്കിൽ ഓക്കെയായി. 6 ദിവസത്തെ അഭിനയം. 15 രൂപ വച്ച് 6x15 90. ഒരു ഡയലോഗിന് 10 രൂപയും കൂട്ടി ആദ്യ അഭിനയത്തിന്റെ ശമ്പളം 100 രൂപ കൈപ്പറ്റി. അവിടെ തുടങ്ങിയ പ്രയാണം ആ മനുഷ്യനെ ഇന്ന് പാർലമെന്റിൽ വരെ എത്തിച്ചിരിക്കുന്നു. ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.